നമസ്കാരം. രാജസ്ഥാനിലെ അജ്മീറിലാണുള്ളത്. ഞങ്ങൾ ഇന്ന് ഗുജറാത്തിലെ ഭുജിലേക്കൊരു യാത്ര പോവുകയാണ്. ഉത്തർപ്രദേശിലെ ബറേലിയിൽ നിന്നും ഭുജിലേക്ക് പോകുന്ന അല ഹസ്രത്ത് എക്സ്പ്രസിനാണ് ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യുന്നത്. അജ്മീർ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ട് മുന്നിലൂടെയുള്ള ഒരു റോഡാണ് ഇത്. ഇവിടെ ഒരുപാട് ഷെയർ വണ്ടികൾ കാണാം. അതുപോലെ തന്നെ ഇവിടുന്ന് ദർഗയിലേക്ക് 1 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. ഷെയർ വണ്ടിക്ക് പോവാം, അല്ലെങ്കിൽ നടന്നിട്ടും പോവാം. ഞങ്ങൾ നടന്നിട്ടാണ് പോയത്. ദർഗയിലേക്ക് പോകുന്ന വഴി ഇതാണ്. ഇവിടെ തന്നെ ഇതാ ബസ് സർവീസ് നമുക്ക് കാണാം. ഇനി ഇവിടെ ഒരു വണ്ടി കണ്ട, നമ്മുടെ നാട്ടിലൊക്കെ ടെമ്പോ ലോറി ഇല്ലേ, അതിവിടെ ബസ്സായിട്ടാണ് അവർ ഉപയോഗിക്കുന്നത്. കണ്ടില്ലേ ഇതാ, അതിലെങ്ങനെ പോയാലും ഒരു 10-30 ആൾക്കാർക്ക് സഞ്ചരിക്കാം. അപ്പോൾ ഇതാ ഇനിയിപ്പോൾ നമുക്ക് നേരെ സ്റ്റേഷൻ്റെ അകത്തോട്ട് കയറാം. സമയം 6:30 അജ്മീർ റെയിൽവേ സ്റ്റേഷൻ്റെ ഈ സമയത്ത് ഒരു കാഴ്ച ഇങ്ങനെയാണ്. നല്ലൊരു വാസ്തുവിദ്യയിൽ തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ പണി കഴിപ്പിച്ചിട്ടുള്ളത്. അത് രാജസ്ഥാനിലെ മറ്റ് റെയിൽവേ സ്റ്റേഷനുകളും അങ്ങനെ തന്നെയാണ്. ഇവിടെ ഇതാ ഹിന്ദിയിൽ, ഈ ഭാഗത്ത് കാണുന്ന ഭാഷ ഉറുദു ആണ്. അതുപോലെ തന്നെ നമുക്ക് പോകാനുള്ള ട്രെയിൻ ഉള്ളത് ഇവിടുന്ന് രാത്രി 8:25 ഇപ്പം നോക്കിയ സമയത്ത് ട്രെയിൻ ഒരു 40 മിനിറ്റോളം ഡിലേ ആണ്. പിന്നെ ഈ ഇവിടെയൊക്കെ ഓട്ടോ സ്റ്റാൻഡാണ്. ആൾക്കാരൊക്കെ ഇതാ പുറത്ത് വന്നിരിക്കുകയാണ്. നമുക്കെന്തായാലും അവിടെ ചെറിയൊരു വെയിറ്റിംഗ് റൂം ഉണ്ട്, അവിടെ പോയിരിക്കാം. ഇനിയിപ്പം വണ്ടി കൂടുതൽ ഡിലേ ആയി വരാനേ ചാൻസ് ഉള്ളൂ. അജ്മീറിലേക്ക് ഒരുപാട് മലയാളികൾ നമ്മുടെ കേരളത്തിൽ വരുന്നതാണ്. പ്രധാനപ്പെട്ട ഇവിടെ നമ്മുടെ ദർഗയൊക്കെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷന് 1 കിലോമീറ്റർ ദൂരം മാത്രമേ ദർഗയിലേക്കുള്ളൂ. അതുപോലെ തന്നെ ഇവിടുന്ന് 13 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ പുഷ്കർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട്, അതായത് ബ്രഹ്മ ടെമ്പിൾ. അവിടെ തന്നെ പുഷ്കർ തടാകം, അങ്ങനെ ഒരുപാട് നമ്മുടെ സൂര്യാസ്തമയം സൂര്യോദയൊക്കെ കാണാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ്. അവിടെ ക്യാമൽ സഫാരി, നമ്മുടെ എന്താ പറയുക മരുഭൂമിയൊക്കെ ഉണ്ട്. ഒരുപാട് വിദേശ ടൂറിസ്റ്റുകളൊക്കെ വരുന്ന സ്ഥലം തന്നെയാണ് പുഷ്കർ. അജ്മീറിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ ഇവിടെ സന്ദർശിക്കുന്നതോടൊപ്പം തന്നെ അവിടെയും സന്ദർശിക്കാൻ നോക്കാം. അങ്ങോട്ടേക്ക് ട്രെയിനൊക്കെ ഉണ്ട് കേട്ടോ, ഞങ്ങൾ അതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെന്ന് വെച്ചാൽ ഇവിടെ അനാസാഗർ ലേക്ക് ഉണ്ട്, താരാഗഡ് ഫോർട്ട്, അതുപോലെ തന്നെ അജ്മീർ ഫോർട്ട്, അങ്ങനെ ഒരുപാട് ടൂറിസ്റ്റ് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ സ്റ്റേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ടോട്ടൽ 6 പ്ലാറ്റ്ഫോംസാണ് ഉള്ളത്. സ്റ്റേഷൻ്റെ കോഡ് വരുന്നത് AII എന്നാണ്. ഇത് ജംഗ്ഷൻ വരാൻ കാരണം ജയ്പൂരിൽ നിന്ന് വരുന്ന ഒരു റൂട്ടുണ്ട്, അതുപോലെ തന്നെ മറവാഡിലേക്ക് ഒരു റൂട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ ചിത്തോഗഡിലേക്ക് ഒരു റൂട്ടുണ്ട്. 5-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ 6-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ മുംബൈയിലെ മുംബൈയിലെ ദാദറിലേക്ക് വന്നൊരു സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസിനെ കാണാം. അത് ഇപ്പം തന്നെ പുറപ്പെടും. ഇവിടെ 4-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ മറ്റൊരു ട്രെയിൻ ഉണ്ട്. 2 വ്യത്യസ്ത മതത്തിലുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു ട്രെയിനാണ്. ഒഡീഷയിലെ പുരിയിലേക്ക് പോകുന്ന ഒരു എക്സ്പ്രസ് ആണിത്, അതായത് അജ്മീർ പുരി എക്സ്പ്രസ്. നമ്മുടെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് ഡയറക്റ്റായിട്ട് ഇവിടുന്ന് പോകുന്നൊരു ട്രെയിനാണ്. നമ്മുടെ ട്രെയിൻ ഇപ്പം ജയ്പൂർ കഴിഞ്ഞു. എന്തായാലും 1 മണിക്കൂറിൻ്റെ അടുത്ത് തന്നെ വണ്ടി ഡിലേ ആയിട്ട് ഓടുന്നുണ്ട്. രാത്രിക്ക് കഴിക്കേണ്ട ഭക്ഷണം ഞങ്ങൾ ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിട്ടുണ്ട്. ഫുഡ് ഓൺ ട്രാക്ക് വഴിയാണ് ബുക്ക് ചെയ്തത്. അജ്മീർ തന്നെയാണ് ഭക്ഷണം കിട്ടുക, അതായത് നമുക്ക് കയറേണ്ടത് ഇവിടെ തന്നെയാണ്. ആ ട്രെയിൻ വന്ന ഉടനെ തന്നെ നമ്മുടെ ആ ബർത്തിൻ്റെ ഭാഗത്തേക്ക് അവരെന്തായാലും വരും, നമ്മുടെ ആ ഒരു ഭക്ഷണം കൊണ്ടുതരുകയും ചെയ്യും. ഉച്ചയ്ക്ക് ഞങ്ങൾ ഇവിടെ എത്തിയ സമയത്ത് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് വലിയ വൃത്തിയൊന്നുമില്ല. ഒരുപാട് ധാബകളുണ്ട്, പക്ഷെ അതിലൊക്കെ നമുക്ക് വിശ്വസിച്ച് പോയി കഴിക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ 1 കിലോമീറ്ററോളം മാറിയിട്ടില്ല നല്ലൊരു ഹോട്ടലിൽ പോയിട്ടാണ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചത്. ഇവിടുന്ന് പുറത്തത്തെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും പണി കിട്ടുമല്ലോ. പണി കിട്ടും, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓൺലൈൻ വഴി ബുക്ക് ചെയ്തു. വണ്ടി ഇനിയും വരാൻ ഒരു 40 മിനിറ്റോളം ഉണ്ട്. ട്രെയിൻ നമ്പർ 143-21 ബറേലി ഭുജ് അല ഹസ്രത്ത് എക്സ്പ്രസ് പ്ലാറ്റ്ഫോം നമ്പർ 5 ഇതാ കടന്നു വരികയാണ്. 9:10 ഇത് രാവിലെ 6:35 അവിടുന്ന് പുറപ്പെട്ടത് ബറേലിയിൽ നിന്ന്. മൊറാദാബാദ്, ഗാസിയാബാദ്, ഡൽഹി, ജയ്പൂർ വഴിയാണ് ഇപ്പോൾ ഈ ട്രെയിൻ കടന്നു വരുന്നത്. WP7 ഗാസിയാബാദ് ലോക്കോമോട്ടീവ് ഷെഡിനുള്ള ലോക്കോയാണ്. അൺറിസർവ്ഡ് മുഴുവനും മുമ്പിലാണിതാ, ഇവിടെയാണ്. നല്ല തിരക്കുണ്ട്. എല്ലാ ജനറലും ഒരേ ഭാഗത്തായതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പോൾ നമ്മൾ എടുത്ത കോച്ച് സ്ലീപ്പറാണ് S10. ജനലൊക്കെ തൂങ്ങിയിട്ട് പോകുന്നല്ലോ. ഇനിയിപ്പോൾ ഇവിടെ ഇറങ്ങേണ്ട ആൾക്കാരും ഉണ്ടാവും. S10 അപ്പുറത്ത് വരുന്നത് പിന്നെ AC ആണ്, അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. കയറിപാടുള്ള ഭാഗത്ത് തന്നെയാണ്
നമ്മുടെ ബർത്തൊക്കെ വരുന്നത്. അതുപോലെ വണ്ടി ജയ്പൂരിൽ നിന്ന് വരുന്നതുകൊണ്ട് ഇപ്പൊ അജ്മീറിൽ ഒരുപാട് പേര് ഇറങ്ങും. അപ്പൊ സ്ലീപ്പറൊക്കെ ഇപ്പം ജനറലായ അവസ്ഥ തന്നെ ആയിരിക്കും. നമ്മൾ നോക്കിയ സമയത്ത് ഒരുപാട് ബർത്തുകളൊക്കെ വേക്കൻ്റ് ആയിട്ടൊക്കെ കണ്ടു. പക്ഷെ അതൊക്കെ ചിലപ്പം കറണ്ടിൽ ബുക്ക് ചെയ്യാം, നമുക്കറിയില്ലല്ലോ. ഈ കോച്ചിലാണ് നമുക്ക് യാത്ര ചെയ്യേണ്ടത്. S10 2017 മെയ്ഡ് കോച്ചാണിത്. അപ്പോൾ ഇവിടെ തന്നെയാണ്, അതായത് കയറിയപാടുള്ള ഈ ഭാഗത്ത് തന്നെയാണ്. 78-75 ആണ്. ആൾക്കാരൊക്കെ ഇറങ്ങട്ടെ. ബെർത്ത് ഇവിടെ തന്നെയാണ്. ഈ 2 അപ്പർ ബർത്താണ് നമ്മുടേത്. 9:18 അജ്മീറിന് ഇതാ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. 5 മിനിറ്റാണ് വണ്ടി ഇവിടെ നിന്നത്. നമ്മൾ ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത ഭക്ഷണമൊക്കെ കൊണ്ടു തന്നു കേട്ടോ. ബർത്തിൽ തന്നെ കൊണ്ടു തന്നു. അങ്ങ് അവിടെ ഒരു WP5 ഉണ്ട് അവിടെ. അജ്മീർ റെയിൽവേ സ്റ്റേഷനോട് വിടാം. അപ്പർ ബർത്തിന്റെ മുകളിൽ കയറിയിരിക്കുകയാണ്. ഇതാ നമ്മൾ വാങ്ങിച്ച രാത്രിക്കുള്ള ഭക്ഷണം. ഇതുണ്ടല്ലോ പൂരി സബ്ജിയാണ്. ഇതിൻ്റെ അകത്ത് ഒരു 5 പൂരി ഉണ്ടാവും. പിന്നെ ഇതെന്താണെന്നൊക്കെ നമ്മൾ നോക്കണം. ഒരുപാട് കറികളുണ്ട്. പിന്നെ ഇത് എക്സ്ട്രാ കുറച്ച് റൊട്ടിയും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ നോക്കാം. പിന്നെ നമ്മൾ സ്ലീപ്പർ ക്ലാസ്സിൽ യാത്ര ചെയ്യുമ്പോൾ, ഏത് ക്ലാസ്സിൽ യാത്ര ചെയ്യുമ്പോഴാണെങ്കിലും ഈ ഭക്ഷണമൊക്കെ ഇങ്ങനെ പൊതുവേ ഈ പത്രമില്ലാതെ കഴിച്ചിട്ടുണ്ടെങ്കിലല്ലോ ഇതിൻ്റെ വേസ്റ്റ്, അതായത് ഈ വെളിച്ചെണ്ണേൻ്റെ ഇതും, വെളിച്ചെണ്ണയല്ല പല ഓയിലിൽ ഇതൊക്കെ ഈ ബെർത്തിലാവും. അത് വല്ലാത്തൊരു മോശമാണല്ലോ. അപ്പോൾ അതിന് പരിഹാരമായിട്ടാണ് ഒരു പത്രമൊക്കെ നമ്മൾ കൊണ്ടുവന്നത്. 5 പൂരി, നല്ല ചൂട് പൂരി. പിന്നെ ഇവിടെ ഒരു അച്ചാറുണ്ട്. പിന്നെ ഇതൊരു ഉരുളക്കിഴങ്ങിൻ്റെ ഒരു കറിയാണ്. പിന്നെ ഇവിടെ കുറച്ച് തൈരുണ്ട്. പിന്നെ ഇത് വെജ് പുലാവാണ്. വെജ് പുലാവുണ്ട് ഇവിടെ. ഗുലാബ് ജാമുനാണ്. പിന്നെ ഇത് നമ്മുടെ പനീറാണ്. പനീർ ഇവിടെ ഉണ്ട്. പിന്നെ കുറച്ച് സവാള. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എക്സ്ട്രാ റൊട്ടി വാങ്ങിച്ചിട്ടുണ്ട്. അതിതാണ്. ഇപ്പം രാത്രിക്ക് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഇതാണ്. ഈ പൂരി സബ്ജിക്ക് ടോട്ടൽ പൈസ 200 രൂപയാണ്. പിന്നെ ഇതിന് എക്സ്ട്രാ ഒരു 40 രൂപ കൂടിയായി. 240 രൂപയാണ് ഈ ഒരു ഇത്രയുള്ള ഒരു ഭക്ഷണത്തിന് ആകെ വന്ന ചാർജ്. 9:54 ട്രെയിൻ ഇതാ ബ്യാവർ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ 2 മിനിറ്റാണ് സ്റ്റോപ്പ്. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമാണിത്. ഇനി ഈ ട്രെയിൻ പോകുന്നത് മെവാഡ്, അബു റോഡ്, പലമ്പൂര് വഴിയാണ്. ഇവിടെ നിന്ന് അധികം ആൾക്കാരൊന്നും കയറാനുണ്ടായിരുന്നില്ല നമ്മുടെ കോച്ചിൽ. ഇതൊക്കെ നല്ല കോച്ചാണ്. നമുക്ക് കിട്ടുകയാണ് കുറച്ച് മോശം കോച്ച്. കുഴപ്പമില്ല, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. അലമ്പ്, അതായത് പാസഞ്ചേഴ്സിൻ്റെ അലമ്പൊന്നുമില്ല. കോച്ചിൻ്റെ ആ ഒരു കാലപ്പഴക്കം മാത്രമേ ഉള്ളൂ. ഈ സൈഡിലാണല്ലോ നമുക്ക് ബെർത്ത് കിട്ടിയത്. ഈ ഡോറിൻ്റെ ഭാഗത്ത് ഈ ലൈറ്റ് ഇല്ലേ, അത് ഓഫാവുകയില്ല. രാവിലെ വരെ അവിടെ കത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഭാഗത്ത് കിടക്കുമ്പോൾ വല്ലാത്തൊരു അലമ്പാണ് ഈ ഒരു ലൈറ്റിനെ കൊണ്ട്. ഭക്ഷണത്തിന് ശേഷം കുടിക്കാൻ വേണ്ടി അമൂലിൻ്റെ ഒരു മിൽക്ക് ഷേക്ക് കൂടെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു ബദാം ഫ്ലേവറിലുള്ളൊരു ഷേക്കാണ്. കഴിച്ച ഭക്ഷണത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ആവറേജ് എന്ന് പറയാൻ പറ്റില്ല, വലിയ ടേസ്റ്റ് ഒന്നുമില്ല കേട്ടോ. നോർത്ത് ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ മനസ്സിന് ഇണങ്ങിയ ഒരു ഭക്ഷണമൊന്നും ആരും പ്രതീക്ഷിക്കണ്ട. നമ്മൾ പുറത്തുനിന്ന് കഴിക്കാത്തത് കഴിച്ചു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും പണി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഓൺലൈൻ വഴി ബുക്ക് ചെയ്തത്. ഓൺലൈൻ വഴി ബുക്ക് ചെയ്താലും അത്രയ്ക്ക് വലിയ രുചിയിലും ഫുഡ് കിട്ടണമെന്ന് ഒരു ഉറപ്പുമില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഉണ്ടല്ലോ നമ്മളെ സ്ലീപ്പറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ജനറൽ ടിക്കറ്റ് അങ്ങനെ വേറെ അലമ്പൊന്നുമില്ല കേട്ടോ. നമ്മുടെ കോച്ച് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്, കുഴപ്പമില്ല. ഈ ഭാഗത്ത് ആകെ ഈ ലൈറ്റ് മാത്രമേ ഇപ്പോൾ ഓൺ ആയിട്ടുള്ളൂ. ബാക്കിയല്ല ഇതാ അങ്ങോട്ട് മൊത്തം ഓഫായി. കണ്ടാ എല്ലാവരും ഓഫായി. നല്ല പാസഞ്ചർ, എല്ലാവരും ഓഫായതല്ല, ലൈറ്റ് എല്ലാവരും ഓഫാക്കി. നല്ല പാസഞ്ചർ തന്നെ കണ്ടിട്ട് പോകുന്നു. ഇന്നത്തെ രാത്രിക്കത്തെ കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. നാളെ രാവിലെ മുതൽ കാണാം. അപ്പോൾ രാജസ്ഥാനിൽ നിന്നൊക്കെ നമ്മൾ ഇറങ്ങുവാണ്. നാളെ രാവിലെ ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴത്തേക്കും നമ്മൾ ഗുജറാത്തിലെത്തും. അപ്പോൾ ഗുജറാത്തിൻ്റെ കാഴ്ചകളാണ് ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ മുഴുവനായി നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്. സമയം രാവിലെ 5:57. ഗുജറാത്തിലെ സമക്യാലി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. നല്ല വെളിച്ചമില്ല, വൃത്തിയുള്ള നല്ല അടിപൊളി റെയിൽവേ സ്റ്റേഷൻ. 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് നമ്മളെ ട്രെയിൻ വന്നിട്ടുള്ളത്. പിന്നെ ഇതൊക്കെ വെസ്റ്റേൺ റെയിൽവേ ആണ്, അതായത് WR സമക്യാലി. നമ്മൾ ഓരോ യാത്രയിലും ഓരോ റെയിൽവേ സ്റ്റേഷനിലും വന്ന് ട്രെയിൻ ഇറങ്ങുമ്പം അവിടുത്തെ
ഒട്ടും തന്നെ നോക്കുന്ന അവിടുത്തെ ആ ഒരു വൃത്തിയൊക്കെ കണ്ടിട്ടാണ്. അപ്പം തന്നെ നമുക്ക് ആ ഒരു സ്റ്റേഷൻ്റെ നിലവാരം മനസ്സിലാവും. ഇതെന്തും കണ്ടും നമുക്ക് പെട്ടെന്ന് തന്നെ കാണുമ്പം മനസ്സിലാക്കാൻ പറ്റും നല്ലൊരു സ്റ്റേഷനാണെന്ന്. ഒറ്റ നോട്ടത്തിൽ തന്നെ അത് നമുക്ക് കിട്ടി. എന്താ നല്ലൊരു ശാന്തത, അധികം വലിയ തിരക്കൊന്നും ഇല്ലാത്ത സ്റ്റേഷൻ. പിന്നെ അങ്ങ് അതിലൂടെയാണ് ആ മെയിൻ റോഡൊക്കെ പോകുന്നത്. നല്ലൊരു ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്, ഒരുപാട് വണ്ടികൾ പോകുന്നതാ ഇതിലൂടെ പോകുന്നത് കാണുന്നില്ലേ. അപ്പോൾ ഇവിടെ വണ്ടിക്ക് 5 മിനിറ്റ് സ്റ്റോപ്പുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മളെ വണ്ടീനെ ഒരു ട്രെയിൻ ഓവർടേക്ക് ചെയ്ത് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. കച്ച് സൂപ്പർ ഫാസ്റ്റ് അതിവിടെ എത്താനായി. മിക്കവാറും അതെന്തായാലും ഓവർടേക്ക് ചെയ്യും. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ മുംബൈ ബാന്ദ്ര ടെർമിനസ് പുഞ്ച് കച്ച് എക്സ്പ്രസ് വന്നിട്ടുണ്ടായിരുന്നു. അത് ഓവർടേക്ക് ചെയ്തിട്ട് അങ്ങ് പോയി. അങ്ങനെ ഇതാ ഇവിടുന്ന് ട്രെയിൻ എടുത്തിരിക്കുകയാണ്. 6:01 രാവിലെ വലിയ തണുപ്പൊന്നുമില്ല. ഇന്നലെ നൈറ്റും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെയൊക്കെ പകൽ ടൈമിൽ നല്ല ചൂടായിരിക്കും. 6:18 ട്രെയിൻ ഇതാ ബച്ചോ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതൊക്കെ കച്ച് ജില്ലയിലാണ്. പിന്നെ ഇവിടെ സൂര്യൻ ഉദിക്കാൻ കുറച്ച് സമയമെടുക്കും. കാരണം ഇത് ഇന്ത്യയുടെ പടിഞ്ഞാറേ ഭാഗമാണല്ലോ, കിഴക്ക് ഭാഗത്താണല്ലോ ആദ്യം സൂര്യൻ ഉദിക്കുന്നത്. നമ്മൾ നോർത്ത് ഈസ്റ്റ് ഒക്കെ പോകുമ്പോൾ അങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഈ ബച്ചോ എന്ന് പറഞ്ഞാൽ കച്ച് ജില്ലയാണെന്ന് പറഞ്ഞു. 2001-ലും അതുപോലെ തന്നെ 1956-ലും ഗുജറാത്തിൽ വൻ ഭൂകമ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കച്ച് മേഖല ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ പ്രധാനപ്പെട്ട ഒരു പട്ടണങ്ങളിൽ ഒന്നാണ് ബച്ചോ. ഇന്ത്യയിലെ പല റെയിൽവേ സ്റ്റേഷനിലും ഇപ്പോൾ നവീകരണമാണല്ലോ. അതോടൊപ്പം തന്നെ ഇതാ ഇവിടെയും ഉണ്ട്. അടിമുടി മാറാൻ പോവാണ് ബച്ചോ സ്റ്റേഷൻ. ഈ ഭാഗത്ത് എല്ലാ റെയിൽവേ സ്റ്റേഷനും നല്ല ഒരു എന്താ പറയുക വിശാലമായിട്ടുള്ളൊരു സ്ഥലങ്ങളുണ്ട്. പറഞ്ഞു വന്നത് ഈ പ്ലാറ്റ്ഫോമിൻ്റെ കാര്യമാണ്. നല്ല വീതിയാണ് എല്ലായിടത്തും. പിന്നെ ഇവിടെ ഇതാ ഒരു ഒട്ടകത്തിൻ്റെ ഒരു ഇതൊക്കെ, അതാ ഒരു കച്ചിൻ്റെ ഒരു ഇതിനെ സൂചിപ്പിക്കുന്നതാകാം. ഈ നവീകരണത്തിൻ്റെ കാര്യം കാണുമ്പോഴാണ് ഒരു കാര്യം എടുത്തു പറയാനുള്ളത്. നമ്മുടെ എറണാകുളം ജംഗ്ഷനിലത്തെ പണികളൊക്കെ ഇപ്പോൾ എന്തായി. ഞാനിപ്പോൾ ലാസ്റ്റ് ഞങ്ങളിപ്പോൾ മില്ലേനിയം എക്സ്പ്രസ് കയറാൻ പോയ സമയത്തും അവിടെ ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിനെക്കാട്ടി പെട്ടെന്ന് നവീകരണം പോകുന്നത് കൊല്ലത്താണ്. കൊല്ലത്ത് ഇത്രത്തോളം പെട്ടെന്നാണ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആവുന്നത്. എറണാകുളത്ത് ഒരു അപ്ഡേറ്റും ഇല്ല. ഇവിടെ ഓരോ പാസഞ്ചർ ട്രെയിനുകളൊക്കെയാണ് WP5. ബച്ചോ പട്ടണത്തിൻ്റെ ഭാഗങ്ങളാണ് ഈ തൊട്ട് മുന്നിലായി കാണുന്നത്. എന്നാൽ ആ ഭൂകമ്പം വന്ന സമയത്ത് ഇവിടുത്തെ എല്ലാം സ്ഥിതി എന്തായിരിക്കും അല്ലേ? നമ്മളത് കേൾക്കുന്നതല്ലേ ഉള്ളൂ, നേരിട്ട് കാണുന്നില്ലല്ലോ. ഗാന്ധിധാം ലോക്കോമോട്ടീവ് ഷെഡിന് കീഴിലുള്ള ലോക്കോമോട്ടീവ് തന്നെയാണിത്. WDG4G ഇവിടെ കൂടുതൽ ഇത് തന്നെയാണ്. നല്ല പവറാണ് ഈ ലോക്കോമോട്ടീവിന്. ഗാന്ധിധാമിലേക്ക് ഇതാ ട്രെയിൻ എത്തുകയാണ്. ഇവിടുന്ന് ഈ കാണുന്ന ട്രാക്കില്ലേ, അത് നേരെ ഭുജിലേക്കാണ്. അത് ഇപ്പോൾ ഇവിടുന്ന് ലോക്കോ റിവേഴ്സലുണ്ട്. എന്നിട്ട് ഈ വഴിയാണ് നമ്മൾ കടന്നു പോവുക. ഏഴ് മണി ഗാന്ധിധാം ജംഗ്ഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ 10 മിനിറ്റിന് മുകളിൽ എന്തായാലും വണ്ടി നിൽക്കും. ലോക്കോ റിവേഴ്സൊക്കെ ആയി വരണ്ടേ. ഇതാണ് ഗാന്ധിധാം റെയിൽവേ സ്റ്റേഷൻ.
സമക്യാലിന്ന് കണ്ട കച്ച് സൂപ്പർഫാസ്റ്റ് ഇല്ലേ, നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോയല്ലോ, അത് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലോക്കോമോട്ടീവാണ് ഈ വരുന്നത്. ആ ഡയറക്ഷനിൽ പോയി. ഇനിയിപ്പോൾ ലോക്കോ റിവേഴ്സിൽ ഇതിനും ഉണ്ടല്ലോ, അത് വരികയാണ്. കച്ച് എക്സ്പ്രസ് ഒക്കെ അടിപൊളി വണ്ടിയാണ്. LSP ആണ് വണ്ടി. ഇതിൻ്റെ പാൻഡോഗ്രാഫിൽ ഇതാ ഒരു ഹൈറ്റിലാണ്. അതിനിപ്പോൾ അവിടെ പോയി കപ്പിൾ ചെയ്യും. ഞാൻ പറഞ്ഞില്ല അതിൻ്റെ എത്ര ഹൈറ്റിലുള്ളത് കൊണ്ടതാ. ഗാന്ധിധാം, ഗാന്ധിജിയുടെ പേരിലാണ് ഈ നഗരത്തിൻ്റെ പേരറിയപ്പെടുന്നത്. അതുപോലെ തന്നെ കച്ച് ജില്ലയിലെ ഏറ്റവും വലിയ നഗരമാണ് ഗാന്ധിധാം. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പോർട്ടുകളിൽ ഒന്നായ കാണ്ട്ല പോർട്ട് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. വെസ്റ്റേൺ റെയിൽവേൻ്റെ കീഴിൽ തന്നെയാണ് ഈ സ്റ്റേഷനൊക്കെ വരുന്നത്. ഇനിയിപ്പോൾ ഈ ഭാഗത്താണ് ലോക്കോമോട്ടീവ് അറ്റാച്ച് ചെയ്യുക. കുറച്ച് സമയം എന്തായാലും എടുക്കും, കാരണം നേരത്തെ വന്ന കച്ച് എക്സ്പ്രസിൻ്റെ ലോക്കോമോട്ടീവിൻ്റെ ആ ഒരു കപ്ലിങ് വരെ ഇതുവരെ നടന്നിട്ടില്ല. അപ്പോൾ എന്തായാലും നമ്മുടേതും ലേറ്റ് ആവും. പിന്നെ ഇവിടെയുള്ള ലോക്കോമോട്ടീവ് ഒക്കെ കാണാൻ നല്ല രസമാണ്. ഒരു ഡീസൽ ലോക്കോമോട്ടീവ് കാണാം. ഭഗത് കി കോത്തി ലോക്കോമോട്ടീവ് ഷെഡിന് കീഴിലുള്ള WDP 4B ആണിത്. ഇതൊരു പാസഞ്ചർ ആവാനാണ് ചാൻസ്. ഈ ലോക്കോമോട്ടീവ് നമ്മുടെ വണ്ടിക്ക് അറ്റാച്ച് ചെയ്യേണ്ട ലോക്കോമോട്ടീവാണ്. ഈ ഗാന്ധിധാമിലേക്ക് കേരളത്തിൽ നിന്ന് വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 2 ട്രെയിനാണുള്ളത്. ഒന്ന് തിരുനെൽവേലിയിൽ നിന്ന് ഗാന്ധിധാമിലേക്ക് വരുന്ന ഹംസഫർ എക്സ്പ്രസ്, മറ്റൊന്ന് നാഗർകോവിൽ നിന്ന് ഗാന്ധിധാമിലേക്ക് വരുന്ന വീക്ക്ലി എക്സ്പ്രസ്. രണ്ടും വീക്ക്ലി വണ്ടി തന്നെയാണ്. ആഴ്ചയിൽ ഒരു ദിവസം മാത്രമുള്ള ട്രെയിൻ. ലോക്കോമോട്ടീവ് ഇവിടെ കപ്പിൾ ചെയ്യാണ്. ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വണ്ടി എന്തായാലും ഇവിടുന്ന് എടുക്കുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്ന ഈ ട്രെയിനിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. അല അസ്രത്ത് എന്ന പേരിൽ 2 ട്രെയിനുകളുണ്ട്. ഇപ്പോൾ നമ്മളിന്ന് യാത്ര ചെയ്യുന്ന ട്രെയിനിൻ്റെ നമ്പർ വരുന്നത് 143-21 എന്നാണ്. അതേപോലെ മറ്റേ ട്രെയിനിൻ്റെ നമ്പർ വരുന്നത് 143-11 എന്നാണ്. നമ്മുടെ വണ്ടി ബിരിഡി വഴിയാണ് വരുന്നത്. ആ വണ്ടിയാണെങ്കിലോ മഹേസാന വഴിയാണ് വരുന്നത്. അതുവഴി വരുന്ന വണ്ടി 2 മണിക്കൂർ കൂടുതൽ ഓടിയിട്ടാണ് ഭുജിലെത്തുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വണ്ടി ബറേലിയിൽ നിന്ന് ആഴ്ചയിൽ 4 ദിവസമുണ്ട്. ഞായർ, തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ. ഇത് ഓടാത്ത മറ്റ് 3 ദിവസങ്ങളിലാണ് ആ വണ്ടി ഓടുന്നത്. അതുപോലെ തന്നെ ഈ അല അസ്രത്ത് എന്ന് പറഞ്ഞ ഒരു പേര് ഒരു മുസ്ലിം പേരാണല്ലോ. അപ്പോൾ ഈ പേര് എന്ന് പറഞ്ഞാൽ ബറേലിയിൽ ജനിച്ച 19-ാം നൂറ്റാണ്ടിലെ ഒരു ഇസ്ലാമിക പണ്ഡിതനായ അല അസ്രത്ത് അഹമ്മദ് റാസാഖാൻ, അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥമാണ് ഈ ട്രെയിൻ ആ ഒരു പേര് നൽകിയത്. അദ്ദേഹത്തിൻ്റെ ശവകുടീരൊക്കെ ബറേലിയിലുണ്ട്. അതായത് അവിടെ ഒരു ദർഗയൊക്കെ ഉണ്ട്, ബറേലി ദർഗ ഷെരീഫ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ഈ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ. ചിലപ്പോൾ പലർക്കും അറിയാത്തതായിട്ടുണ്ട്. അപ്പോൾ അല അസ്രത്തിൻ്റെ ആ ഒരു റേക്ക് ഷെയറിങ്, ഞാൻ പറഞ്ഞ 2 വണ്ടികളുടെ റേക്ക് ഷെയറിംഗ് ഒക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. ഇവിടെ ബറേലി നമ്മുടെ നമ്പർ 143-21, അതേപോലെ ഇപ്പുറത്ത് മറ്റേ വണ്ടിയുടെ നമ്പർ 143-11 വന്നിട്ട് നമ്മൾ ട്രെയിനിൻ്റെ പേര് അല അസ്രാത്ത് എന്ന് പറഞ്ഞിട്ട് ഇവിടെയുണ്ട്. റെയിൽവേ സ്റ്റേഷൻ്റെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോം ഒക്കെ വരുന്നത് ഇവിടെയാണ്. ഞങ്ങൾ അന്ന് ഗാന്ധിധാം വന്ന സമയത്ത് ഒരു ഭക്ഷണം പോലും നമുക്ക് ഈ ഭാഗത്തൊന്നും കിട്ടിയില്ല. ടൗൺ ഭാഗത്തേക്ക് തന്നെ പോകേണ്ടി വരും കഴിക്കാൻ. കച്ച് എക്സ്പ്രസ് ഇവിടുന്ന് ഇതാ എടുത്തിട്ട് പോയിരിക്കുകയാണ്. ഗാന്ധിധാമിൽ അരമണിക്കൂറോളം വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. നേരത്തെ നമ്മൾ വന്ന ഒരു ട്രാക്കാണ് ആ കാണുന്നത്. ട്രെയിനിൽ വലിയ തിരക്കൊന്നുമില്ല. ഓൾമോസ്റ്റ് എല്ലാവർക്കും MT ആയി തന്നെ പറയാം. പിന്നെ വളരെ ചുരുക്കം കുറച്ച് ആൾക്കാർ മാത്രമുണ്ട്. ഗാന്ധിധാമിൽ തന്നെ അത്യാവശ്യം ആൾക്കാർ ഇറങ്ങി. അതുപോലെ ഉണ്ടല്ലോ, ഗാന്ധിധാമിൽ നമ്മളെ സ്റ്റേഷനിൽ വണ്ടി എന്താ പറയുക നിർത്തിയ സമയത്ത് തന്നെ ഒരുപാട് പോലീസുകാർ കയറിയുണ്ടായി. അതായത് വേറൊന്നുമല്ല, ഈ ഗുജറാത്തിൽ മദ്യ നിരോധനമാണ്. മദ്യമൊന്നും നമുക്ക് ഗുജറാത്തിൽ എവിടെയും തന്നെ കിട്ടൂല. അപ്പം നമ്മൾ എന്ന് പറഞ്ഞാൽ ഈ ഭുജിലേക്ക് എന്ന് പറഞ്ഞാൽ വേറെ സ്റ്റേറ്റിൽ നിന്ന് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമാണല്ലോ റൺ ഓഫ് കച്ചൊക്കെ പോകാൻ. അപ്പം നമ്മൾ ബാഗിൽ മദ്യം കൊണ്ടുവരുന്നുണ്ടോയെന്നാണ് ഇവർ വിചാരിക്കുള്ളൂ. സ്വാഭാവികമായിട്ട് നമ്മൾ ബാഗൊക്കെ മൊത്തം അരിച്ച് തപ്പി അങ്ങ് നോക്കി. പ്രശ്നമൊന്നുമില്ല, അവർ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. എവിടുന്ന് വരുന്ന ചോദിച്ചു, കേരളം എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയും ചെയ്തു. കുഴപ്പമില്ല. പക്ഷെ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഭാഗത്ത് ഒരുപാട് വീടുകളൊക്കെ ഉണ്ട്. ഈ ഭാഗത്തെല്ലാം വീടുകളാണ്.
ഇവിടെ പാലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ട്രെയിൻ ഇപ്പോൾ ആദിപ്പൂർ എന്നൊരു സ്ഥലത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലൂടെ ഒരു റോഡുണ്ട്, ഇതിലൊരു ബസ് പോകുന്ന കാണാം. സ്റ്റേഷനിലേക്ക് ഇത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 7:58 ആദിപ്പൂർ ജംഗ്ഷൻ. ഇവിടെ 2 മിനിറ്റിൻ്റെ ട്രെയിൻ സ്റ്റോപ്പ്. അജ്മീർന്ന് ഭുജ് വരെ സ്ലീപ്പർ ക്ലാസ്സിന് ഒരാൾക്ക് വന്ന ടിക്കറ്റ് ചാർജ് 390 രൂപയാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മുടെ കച്ച് ഭാഗത്തേക്ക് ടൂറിസ്റ്റുകൾ വളരെ കുറവാണ്. കാരണം സീസൺ അല്ല, ഓഫ് സീസണാണ്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഉച്ച സമയത്തെ ചൂട് നമ്മൾ സഹിക്കാൻ പറ്റുന്നതിന്റെ അപ്പുറമാണ്. അജ്മീറൊക്കെ നമ്മൾ നിൽക്കുന്ന സമയത്ത് അവിടെ രാജസ്ഥാനിൽ നല്ല ചൂടാണ്, താരതമ്യേന അതിന്റെ താഴെഭാഗമായി ഇവിടെ നല്ല ചൂട് തന്നെയാണ്. ഈ ഒരു സമയത്ത് മാത്രമാണ് പിന്നെയും ആശ്വാസം, ഇല്ലെങ്കിൽ വൈകുന്നേരമാണ്. ട്രെയിൻ ഇപ്പോൾ അഞ്ചാർ എന്ന സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഈ പട്ടണത്തിന് വലിയൊരു പ്രത്യേകതയുണ്ട്. 1956 ഗുജറാത്തിലെ ഭൂകമ്പത്തിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടായത് ഇവിടെയാണ്. അഞ്ചാർ ഭൂകമ്പം. അതിനുശേഷം ഇവരിതൊക്കെ വീണ്ടും റീക്രിയേറ്റ് ചെയ്തെടുത്തില്ലേ അല്ലേ? എത്ര ആൾക്കാരുടെ വീട് പോയിട്ടുണ്ടാവും. ശരിക്കും ഒരു ഭൂകമ്പത്തിന്റെ ഒരു പ്രദേശം തന്നെയാണ്. 1956 ശേഷം വീണ്ടും 2001 ഗുജറാത്തിനെ നല്ല രീതിയിൽ തന്നെ ഭൂകമ്പം ബാധിച്ചിട്ടുണ്ടല്ലോ. 2 തവണയാണ് ശക്തമായി ഇവിടെ ഭൂകമ്പം ഉണ്ടായത്. സ്റ്റേഷനിലെത്തി. ഇവിടെ 2 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ്. കുഞ്ഞിലേക്ക് ഇനി 1 കിലോമീറ്റർ കൂടെ ഉള്ളൂ. സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. രാജസ്ഥാനിലെ അജ്മീറിൽ നിന്നും 716 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇതാ ഗുജറാത്തിലെ ഭുജ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. എട്ട് 42 ഭുജ്. ഭുജ് ദാദർ എക്സ്പ്രസ് ആണ് ആ തൊട്ട് മുന്നിലായി കാണുന്നത്. ഭുജ്. അങ്ങനെ ഇതാ ആ ഒരു സ്റ്റേഷനിലും നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ പുറത്തോട്ട് ഇറങ്ങാം, അതായത് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്തോട്ട്. ഇവിടെ ഇപ്പം നിലവിൽ നവീകരണമാണ്. ഇവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെ വർക്ക് നടക്കുന്നുണ്ട്. ഇതുവഴി ഇനിയിപ്പോൾ സ്റ്റെപ്പുണ്ട്, അതുവഴി കയറിപ്പോവാം. ഈ ഭാഗത്താണ് ഇതിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. ഭുജ് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ ഒരു ഓട്ടോ ഉണ്ട്, അതിന് ഫ്രണ്ടിൽ ഗ്ലാസ് ഒന്നുമില്ല. അപ്പോൾ ടൗൺ ഭാഗത്തേക്ക് പോകാൻ നമുക്ക് ഇവിടെ നിന്ന് തന്നെ വണ്ടികളൊക്കെ അവൈലബിൾ ആണ്. ഷെയർ വണ്ടികളും ഓട്ടോയൊക്കെ അവൈലബിൾ ആണ്. പുതിയ റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു നിർമ്മിതിയൊക്കെ അവിടെയാണ്. പഴയ സ്റ്റേഷൻ, അതായത് ഇപ്പോൾ നിലവിലിപ്പോൾ ഇവിടെയാണ് ഭുജ് സ്റ്റേഷൻ. ഇത്ര സൗകര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. പിന്നെ അങ്ങ് അവിടെ ഒരു ലോക്കോമോട്ടീവ് കാണാം. പിന്നെ ഇവിടുന്ന് ബസ് സ്റ്റാൻഡിലേക്കാണ് വണ്ടികളൊക്കെ വിളിക്കുന്നത്. സ്റ്റേഷൻ്റെ മുൻഭാഗത്തോടെയുള്ള ഈ റോഡ് വഴി ഞങ്ങൾ കുറച്ച് നടന്നിട്ട് പോവുകയാണ്. ഇവിടെ എവിടെയെങ്കിലും നല്ലൊരു ധാബയോ ഹോട്ടലോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് പോവുക. സ്റ്റേഷൻ്റെ അവിടെ വലിയ
ഭക്ഷണം കഴിക്കേണ്ട സൗകര്യമൊന്നുമില്ല. അപ്പം ഇവിടെ നേരെ ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മളെടുത്ത റൂമിൻ്റെ ഭാഗത്തോട്ട് പോകാമെന്ന് കരുതി. മുഴുവനൊരു പൊടി പിടിച്ച ഭാഗം തന്നെയാണ്. മാപ്പിൽ നോക്കിയ സമയത്ത് കുറച്ച് നടന്നിട്ടുണ്ടെങ്കിൽ ഹോട്ടൽസൊക്കെ ഉണ്ടെന്ന് കാണുന്നുണ്ട്. എന്നാൽ പിന്നെ പോയി നോക്കാം. റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ഒരു 800 മീറ്റർ മാറിയിട്ടുള്ള ഒരു ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. ഈ ഭാഗത്തെ കുറച്ചും കൂടെ വൃത്തിയുള്ള ഒരു റെസ്റ്റോറൻറ്റ് ഇതാണ്. ബാക്കി കുറേ റെസ്റ്റോറൻറ്റൊക്കെ ഉണ്ട്, പക്ഷേ പലതും അടവാണ്. രാവിലെ 2 പ്ലേറ്റ് പൂരി സബ്ജിയാണ് പറഞ്ഞത്. അത് കഴിച്ചതിന് ശേഷം നമുക്ക് ഇവിടുന്ന് നമ്മുടെ റൂമിൻ്റെ ഭാഗത്തോട്ട് പോകാം. പക്ഷേ ഈ ഭാഗത്തെ എല്ലാ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഒരു പുറമേന്ന് കാണുമ്പോൾ ഒരു പൊടി പിടിച്ച കെട്ടിടങ്ങളാണ്. 5 പൂരിയും ഒരു സബ്ജിയും, അതായത് ഒരു വെജിറ്റബിൾ കറിയും, പിന്നെ ഇതാ കുറച്ച് സവാള കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ ഭക്ഷണം ഇതാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ഭക്ഷണം കഴിച്ചത്. ഗുജറാത്ത് RTC. പിന്നെ ഇവിടുന്ന് 2 കുപ്പി വെള്ളവും കൂടെ വാങ്ങിച്ചിട്ട് പോവാം. ഞങ്ങളിനി നേരെ റൂമിലേക്ക് പോവുകയാണ്. ഇതാ കുറച്ച് മുന്തിരി കൂടെ വാങ്ങിച്ചിട്ടുണ്ട് റൂം പെട്ട് കഴിക്കാമെന്ന് കരുതി. ഇപ്പം തന്നെ നല്ല വെയിൽ വന്നു തുടങ്ങി. നമുക്ക് ഈ ഗ്ലാസ് നിട്ടില്ലെങ്കിൽ, ഈ കൂളിംഗ് ഗ്ലാസ് നിട്ടില്ലെങ്കിൽ നമുക്ക് നേരെ ഈ ക്യാമറയിലേക്ക് നോക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരു 10 മണിയാകാനായി. ഈ സമയത്ത് തന്നെ നല്ല ചൂട് വന്നു തുടങ്ങി. ഇനിയിപ്പോൾ ഒരു 1 മണി 12 മണിക്ക് സമയത്തെ കാര്യം പിന്നെ എടുത്ത് പറയണ്ടല്ലോ. അതുപോലെ തന്നെ നമ്മുടെ ഹോട്ടൽ ഈ ഒരു ഭാഗത്ത്, റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്ത് ഒരു അവസ്ഥ ശോകം തന്നെയാണ്. നമുക്ക് നല്ല രീതിയിൽ കഴിക്കേണ്ട രീതിയിലുള്ള ധാബകൾ, റെസ്റ്റോറൻറ്റുകൾ ഒന്നും തന്നെയില്ല. ഞങ്ങളിപ്പോൾ കഴിച്ച ഒരു സ്ഥലമില്ലേ, അതന്നെ ഈ ഒരു ഭാഗത്തെ വൃത്തി നോക്കിയിട്ടാണ്. ഞങ്ങൾക്കും നമുക്ക് സംതൃപ്തിയോടെ കഴിക്കാൻ ഒരു സ്ഥലങ്ങൾ ഇവിടെ ഇല്ല. അതുപോലെ തന്നെ ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ സ്റ്റേഷനിൽ ഇറങ്ങി വരുന്ന സമയത്ത് നല്ല പോലീസ് ചെക്കിങ് ഉണ്ടായിരുന്നു. അതായത് എൻ്റെ ഇവൻ്റെ ബാഗൊക്കെ ഓപ്പൺ ചെയ്ത് എല്ലാവരും നോക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഒരു റെയിൽ നീറിൻ്റെ ഒരു ബോട്ടിൽ ഉണ്ടായിരുന്നു. ആ ബോട്ടിലടക്കം തുറന്നിട്ട് അവർ മണത്ത് നോക്കിയിട്ട്, കാരണം എന്തെങ്കിലും ലിക്വർ എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുവരുവാണെന്ന് നോക്കിയിട്ട്. കാരണം ഈ സ്ഥലം അങ്ങനെയാണ്. അതായത് ഗുജറാത്തിൽ ഇപ്പം ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നതാണല്ലോ, തീർച്ചയായും. അതുകൊണ്ടാണ്. അതായത് ഈ റെയിൽവേ സ്റ്റേഷൻ കുറച്ച് ടൗണിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ്. അതാണ് ഇവിടെ അധികം വലിയ സൗകര്യമൊന്നും ഇല്ലാത്തത്. ഇനിയിപ്പം അടുത്തത് ഞങ്ങൾ നേരെ റൂമുള്ളത് റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ്, റിട്ടയർ റൂമാണ്. അപ്പോൾ ഇവിടുത്തെ ഭുജിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി മറ്റു കൊണ്ടുവന്നിരിക്കും. ബൈ.